കൊച്ചിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിൽ 3-4 ദിവസമായി വലിയൊരു തർക്കം നടക്കുകയാണ്. തർക്കത്തിൽ പക്ഷേ ഇപ്പോൾ അവസാനം ചെന്നുപെട്ടിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസുമായി മന്ത്രിയുമായി ബന്ധപ്പെടുത്തി ഒരു ലെറ്റർ, അതായത് മന്ത്രി കൊടുത്തതല്ല, മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർക്കാരിൽ നിന്ന് DD വഴിയൊക്കെ താഴേക്ക് ചെന്നൊരു ലെറ്ററാണ് ഇപ്പോൾ അവസാനം കയറി കുരുക്കായി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ 150ഓളം കുട്ടികൾ, ആയിരത്തോളം കണക്കിന് കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ്, വലിയ സ്കൂളാണ്. അവിടെ 140ഓളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരാരും ഹിജാബ് ധരിച്ചല്ല വരുന്നത്, സ്കൂളിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഒരു കുട്ടി, ആ കുട്ടി ഇവിടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുകയാണ്. പക്ഷേ നേരത്തെ ഒന്നും ഹിജാബ് ഇട്ടുകൊണ്ട് വരില്ലായിരുന്നു. ഇപ്പോൾ ഹിജാബ് ഇട്ടുകൊണ്ട് വന്നപ്പോൾ കുട്ടിയെ പുറത്താക്കിയില്ല, പക്ഷേ മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞ് ഇത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം സ്കൂളിൽ യൂണിഫോം വെച്ചിരിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, യൂണിഫോം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ ഒരു തുല്യതാബോധം വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കളർ ഡ്രസ്സ് അനുവദിച്ച് കഴിയുമ്പോൾ ഓരോ കുട്ടിക്കും, ഈ നല്ല സമ്പന്നരായ കുട്ടികളാണെങ്കിൽ വീട്ടിലെ കുട്ടികൾ വളരെ കളർഫുൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും, അല്ലെങ്കിൽ കോസ്റ്റ്ലി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും, ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ട് വരും അനുവദിച്ചാൽ. അപ്പോൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായി സംഘർഷം ചെറിയ പ്രായത്തിലുണ്ടാവും. ഇത് സമ്പന്നനാണെന്നോ ദരിദ്രനാണെന്നോ അധ്വാനിക്കുന്ന പ്രശ്നം, കുടുംബപരമായ പ്രശ്നം, സാമൂഹ്യ വ്യവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യന് സമ്പത്ത് കിട്ടുന്നതെന്നും പാവപ്പെട്ടവനും പണക്കാരനാവുന്നതെന്നും കൊച്ചുകുട്ടിക്ക് അറിയില്ലല്ലോ. അവരുടെ മനസ്സ് പെട്ടെന്ന് കളങ്കമാവും, പെട്ടെന്ന് അവർക്ക് ദുഃഖം വരും. അത് അവരെ ഡ്രോമയിലേക്ക് കൊണ്ടുപോകും. കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ലല്ലോ. തൊട്ടടുത്ത കൂടെ പഠിക്കുന്ന കുട്ടി വലിയ ഡ്രസ്സിൽ വരുന്നു, ഞങ്ങൾക്ക് ചെറിയ ഡ്രസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ വലിയ പടപടപ്പുള്ള ഡ്രസ്സും നല്ല ഉപകരണങ്ങളും വലിയ വാച്ചും വലിയ ഷൂവും അല്ലെങ്കിൽ വലിയ ചെരുപ്പും വലിയ രീതിയിലുള്ള എല്ലാം വരുന്നു, ഞങ്ങൾ പാവങ്ങളാണെന്നുള്ളൊരു ഫീൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാ സ്കൂളുകളിലും ഒരു യൂണിഫോം വയ്ക്കുന്നു, ഷൂ വച്ചിട്ടുണ്ട്, റിബൺ, എല്ലാം ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു തുല്യതയുടെ ഒരു പ്രശ്നത്തിനാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു സ്കൂളിൽ പലത് പറ്റില്ല. പിന്നെ അവധി ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു ചില ദിവസങ്ങളിലും ചില ഫംഗ്ഷൻ നടക്കുമ്പോഴൊക്കെ അവർക്ക് സാധാരണ ഡ്രസ്സ്, കോമൺ വീട്ടിലെ കളർ ഡ്രസ്സൊക്കെ അനുവദിക്കും. അത്രയേ പറ്റത്തുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന വ്യത്യാസം, CBSE, ICSE സ്റ്റേറ്റ് സിലബസുകളാണ് നമുക്കുള്ളത്. 3 തരം സിലബസുകളാണുള്ളത്. അതിൽ തന്നെ CBSE, ICSEയുടെ വ്യത്യസ്ത സ്കൂളുകളാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട്, മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട്, ഇൻഡിവിജ്വൽസ് നടത്തുന്നുണ്ട്, ട്രസ്റ്റ് നടത്തുന്നുണ്ട്, വ്യക്തികൾ നടത്തുന്നു, ഒരുപാട് പേര് SNDPക്കുണ്ട്, NSSനുണ്ട്. ഒരുപാട് ഏജൻസികൾക്ക്, സ്ഥാപനങ്ങൾക്കും ഈ സ്കൂളുകളുണ്ട്. എല്ലാ സ്കൂളുകളും ഒരേ കളർ യൂണിഫോം അല്ല. ഇപ്പോൾ ചിന്മയ വിദ്യാലയത്തിലെ യൂണിഫോം അല്ല സെൻറ്റ് റീത്താസിൽ, ആ യൂണിഫോം അല്ല ഹോളി ഏഞ്ചൽസിൽ, അതല്ല ക്രൈസ്റ്റ് നഗറിൽ. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ യൂണിഫോമുകളാണ് ഓരോ സ്ഥലത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാണ് യൂണിഫോമുകൾ, കോഡ് വ്യത്യസ്തമാണ്. പലപ്പോഴും സ്കൂളുകളിൽ നിന്നാണ് ഇത് തച്ചൊക്കെ കൊടുക്കുന്നത്. അവർക്ക് പൈസ കൊടുത്താൽ മതി, മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ പൈസ കൊടുക്കും, അവർ തച്ച് കൊടുക്കും. ഒരുപാട് ഒന്നിച്ചൊക്കെ എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനാണൊരു ഭംഗം വന്നിരിക്കുന്നത്. പക്ഷേ ആ ഭംഗത്തിനിടയിൽ മന്ത്രിക്ക് പറ്റിയ ഒരു ട്രാപ്പ്, അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു ഫൗൾ പ്ലേ വന്നത് ഇന്നലെ അവിടെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻറ്റും ഹൈബി ഈഡൻ MPയും പിന്നെ അവിടുത്തെ PTA പ്രസിഡൻറ്റും അവിടെയുള്ള പ്രിൻസിപ്പാളും അവിടെയുള്ള ഒരു ടീം എല്ലാം കൂടി ഒരു ചർച്ച ചെയ്ത് ഈ പിതാവിൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് ബാപ്പ വന്ന് പറഞ്ഞു, ഈ ഇങ്ങനെ സമരം നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിനിടയിൽ ഇത് PDP നമ്മുടെ SDPI ഏറ്റെടുത്തു, അതിൻ്റെ ആളുകൾ അവിടെ ചെന്നു, ഇത് ചാനൽ ചർച്ചയായി, പിന്നെ അതിന് മുസ്ലിം ഹിന്ദു വർഗീയതയായി, മുസ്ലിം ക്രിസ്ത്യൻ വർഗീയതയായി, പിന്നെ അതിനകത്ത് ഹിന്ദുക്കൾ ഇടപെടുന്നു, ആകെ ജഗപുകയായി. കാര്യം സ്കൂളിൽ പിന്നെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അവരെല്ലാം ചേരിതിരിയുന്ന രീതിയിലേക്ക് വന്നു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാനുള്ള അജണ്ട വളരെ വ്യാപകമായിട്ട് ചർച്ചയും വന്നു. അപ്പോഴാണ് കുട്ടിയുടെ പിതാവ് ബാപ്പ വന്ന് പറഞ്ഞു, അങ്ങനെ വേണ്ട, സ്കൂളിൻ്റെ യൂണിഫോം എന്താണോ, മാനേജ്മെൻറ്റ് പറയുന്നത് എന്താണോ അത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയും കൊടുത്തു. അപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ് എന്താണ് സമ്മതിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിരിക്കുന്നു, അത് സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴാണ് എന്തോ സ്കൂളിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയെന്നും കുട്ടിക്ക് മാനസിക പീഡനം ഉണ്ടായെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ചുള്ള കത്ത് ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം, മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DD ഓഫീസിൽ നിന്നൊക്കെ ചെന്നിരിക്കുന്നത്. അപ്പോൾ അതിനവർ മെയിലിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും സംഭവം വളരെ വഷളായി. ഇതിനിടയിൽ കോടതിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2018 ഇതേ വിഷയത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞു, ഓരോ സ്കൂളിനും ഓരോ യൂണിഫോമാണ്, ആ യൂണിഫോം എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ അതിൻ്റെ മാനേജ്മെൻറ്റിന് പൂർണ്ണ അവകാശമുണ്ട്. അത് മനസ്സിലാക്കി കുട്ടികളെ അവിടെ ചേർക്കുന്നവർ ചേർക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോവുക. ഒരു കാരണവശാലും മാനേജ്മെൻറ്റിനോട് ഇന്ന കളർ, ഇന്ന കോഡ്, ഇന്ന രീതിയിലാവണമെന്ന് മാനേജ്മെൻറ്റിനോട് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നാണ് കോടതി വിധി.